മഹത്വം ധനവും അഭ്യാസമെല്ലാം വേഗം നീങ്ങിപ്പോകും. ഇന്നത്തെ ഗോസ്പലിൽ യേശു പറയും, നിങ്ങൾ ആണയിടരുത്. ഈ ആണയിടരുത് എന്ന് പറഞ്ഞിട്ട് യേശു എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്വർഗത്തെ കൊണ്ട് ആണയിടരുത്, കാരണം അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്. ഭൂമിയെ കൊണ്ടും ആണയിടരുത്, കാരണം അത് അവിടുത്തെ പാദപീഠമാണ്. അതുകൊണ്ട് നിങ്ങൾ സത്യം ചെയ്യരുത്. എന്തിനെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യരുത്? ഇത് വായിച്ചപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, എന്തിനാണ് നമ്മൾ സത്യം ചെയ്യുന്നത്? സത്യം ചെയ്യുന്നത് പറയുന്ന വാക്കിൽ കുറച്ചും കൂടി വിശ്വസ്തത കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ? പറയുന്ന കാര്യങ്ങൾ ഉറപ്പാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ? പക്ഷേ യേശു ഈ സത്യം ചെയ്യരുതെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ചും കൂടെ ഒരു ഇന്നർ മീനിങ് ഉണ്ട്. കാര്യം, സീനായി മലമുകളിൽ വെച്ചാണ് മോശയ്ക്ക് ദൈവം 10 കൽപ്പന നൽകിയത്. അന്നു മുതൽ തന്നെ ദൈവം ഏറ്റവും അധികം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിച്ചത് വിശ്വസ്തതയാണ്. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായിരിക്കും. അങ്ങനൊരു ബോണ്ടാണ് മനുഷ്യനും ദൈവവും തമ്മിലുണ്ടായിരുന്നത്. അതിനിടയിൽ മറ്റൊന്നും വരാൻ പാടില്ല. അതിനിടയിൽ ഒന്നും അകറ്റാനോ ഈ സ്നേഹത്തെ പിരിക്കാനോ പാടില്ല. ഇങ്ങനൊരു ബോണ്ടിനിടയ്ക്ക് ജീവിക്കുമ്പോൾ ഓരോരുത്തരും ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം വിശ്വസ്തതയാണ്. അത് ദൈവത്തോടായിരുന്നാലും മനുഷ്യരോടായിരുന്നാലും. ഈ വിശ്വസ്തത നഷ്ടപ്പെടുന്നിടത്താണ് നമ്മൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി വീണ്ടും സത്യം ചെയ്യേണ്ടി വരുന്നത്. എനിക്ക് തോന്നുന്നു യേശു ആഗ്രഹിച്ചത് നിങ്ങൾ ആണയിടരുത്. കാരണം ദൈവം ആഗ്രഹിച്ച് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ വിശ്വസ്തപൂർവ്വം ജീവിക്കുക. നിങ്ങളുടെ വാക്കിനേക്കാളും ജീവിതം കുറച്ചും കൂടി തെളിമയാർന്നതാണെന്ന് പ്രൂവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം കണ്ടവർ നിങ്ങളുടെ വാക്കിനെ വിശ്വസിക്കും. ഈ ജീവിതം പൊള്ളത്തരമായിരുന്നിട്ട് വാക്കുകൊണ്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ വാക്കിൽ വിശ്വസിക്കണമെങ്കിൽ ജീവിതം ഏറ്റവും സുതാര്യവും ഏറ്റവും സത്യസന്ധവുമായിരിക്കണം. ഈ സത്യസന്ധമായൊരു ജീവിതം ഇന്ന് ഈ കാലഘട്ടത്തിന് അത്യാവശ്യമാണ്. സത്യസന്ധത നഷ്ടപ്പെട്ടു പോകുന്നൊരു ജീവിതത്തിനിടയിൽ ആണയിടേണ്ട ആവശ്യം വരും. അല്ലെങ്കിൽ കുറച്ചും കൂടി വിശ്വാസം പ്രൂവ് ചെയ്യാനായിട്ട് വാക്കുകൾ കുറച്ചും കൂടി കൂടുതൽ പ്രയോഗിക്കേണ്ടി വരും. പ്രിയമുള്ളവരെ, എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ കാട്ടേണ്ട വിശ്വസ്തത ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. ഏതൊരു ബന്ധത്തിനിടയിലും നമ്മൾ കാട്ടേണ്ട ജീവിതത്തിലെ വിശ്വസ്തത അത് നമ്മുടെ വാക്കിൻ്റെ ബലത്തെ ആക്കം കൂട്ടും. അല്ലാതെ വാക്കിൻ്റെ ബലത്തിൽ എന്തു തന്നെ പറഞ്ഞാലും അതിന് പിന്നീട് കാമ്പില്ലാതെ പോകുന്നത് ജീവിതത്തിന് ബലമില്ലാതെ പോകുന്നതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, കുറച്ചും കൂടി ജീവിതം വിശ്വസ്തത ഉള്ളതാകട്ടെ. അങ്ങനെയാണെങ്കിൽ വാക്കുകൾ അതിനേക്കാൾ വിശ്വസ്തതയുള്ളതാകും. അതിൽ ആണയിടേണ്ട ആവശ്യം ഒരിക്കലും വരില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവിതമാം തൻ പടകിൽ യാത്ര ചെയ്തിടും സ്നേഹിതനേ, കാരുണ്യവാനം യേശുവിനെ നീ വിശ്വസിച്ചിടുക. നിന്നെ തോളിൽ ചുമന്നിടും നല്ല സ്നേഹിതനായിടും. ജീവിതമാം തൻ പടകിൽ യാത്ര ചെയ്തിടും സ്നേഹിതനേ, കാരുണ്യവാനം യേശുവിനെ നീ വിശ്വസിച്ചിടുക. മാനവ ജീവിതം നിഴൽ പോലാകും, വേഗത്തിൽ മാറിപ്പോകും. മഹത്വം ധനവും അഭ്യാസമെല്ലാം വേഗം നീങ്ങിപ്പോകും. നിന്റെ ജീവൻ പോയെന്നാൽ നീ എവിടെ പോയിടും? നിന്റെ ജീവിതം ഉണരുമ്പോൾ ദൈവകരത്തിൽ വന്നിടുക.
ജീവിതമാം തൻ പടകിൽ യാത്ര ചെയ്തിടും സ്നേഹിതനേ, കാരുണ്യവാനം യേശുവിനെ നീ വിശ്വസിച്ചിടുക. അന്ത്യകാലത്തിൻ ലക്ഷണങ്ങൾ കണ്ണിൻ മുന്നിൽ കണ്ടിടുമ്പോൾ, നീതി ദൈവമം കർത്താവൊരിക്കൽ വേഗത്തിൽ വന്നിടുമേ. നിന്റെ മാനസം തുറന്നു എന്നാൽ നീ പുതുജീവൻ പ്രാപിക്കും, അവനോട് ചേർന്നിരിക്കും, നിത്യജീവൻ പ്രാപിക്കും. ജീവിതമാം തൻ പടകിൽ യാത്ര ചെയ്തിടും സ്നേഹിതനേ, കാരുണ്യവാനം യേശുവിനെ നീ വിശ്വസിച്ചിടുക. നിന്നെ തോളിൽ ചുമന്നിടും നല്ല സ്നേഹിതനായിടും. ജീവിതമാം തൻ പടകിൽ യാത്ര ചെയ്തിടും സ്നേഹിതനേ, കാരുണ്യവാനം യേശുവിനെ നീ വിശ്വസിച്ചിടുക.